ഇത്രയേറെ ഒരു പ്രതിസന്ധികൾ നേരിട്ട അല്ലെങ്കിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരു സ്ഥാനാർത്ഥി ഒരുപക്ഷെ കേരളത്തിന്റെ ഈ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയേറെ ഒരു ആവേശവും ഉള്ളത്. കാരണം ആരൊക്കെ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും താൻ ഉയർന്നു വരും എന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം അവസാന ലാപ്പിൽ പോലും മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് പിന്നീട് എല്ലാ സമയത്തും പ്രകടിപ്പിച്ചത്. എന്തായാലും വലിയ തോതിൽ BJP പ്രവർത്തകരുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ വോട്ട് വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം സുനിശ്ചിതമായത് എന്നാണ് പൊതുവിൽ ഉള്ള വിലയിരുത്തൽ. എന്തായാലും ഒരു മണ്ഡലത്തിൽ മാത്രമാണ്, നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് അദ്ദേഹം പുറകോട്ട് പോയിട്ടുള്ളത്. ബാക്കി 7 മണ്ഡലങ്ങളിൽ 6 അദ്ദേഹം വിജയിച്ചു കയറുക അല്ലെങ്കിൽ 1ാം സ്ഥാനത്തെത്തി. അങ്ങനെയാണ് ഈ വിജയം ഇപ്പോൾ എന്തായാലും അതെല്ലാം തന്നെ ഈ പലതരത്തിലുള്ള വിവാദങ്ങൾ നമ്മളെല്ലാം തന്നെ ആ ഒരു സമയത്ത് കണ്ടതാണ്. ഈ ആദ്യഘട്ടത്തിൽ അദ്ദേഹം തൃശ്ശൂരിലെത്തിയ സമയത്ത് തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ കിരീടം സമർപ്പിച്ചു. ആ കിരീടം സമർപ്പിച്ചപ്പോൾ ആ കിരീടത്തിൻ്റെ സ്വർണത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ആ വിവാദങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാം തന്നെ ഒരു ഭാഗത്ത് നോക്കിയാൽ അദ്ദേഹത്തിന് കൂടുതലായി ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ആ രീതിക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ജനമുന്നേറ്റം അല്ലെങ്കിൽ അത് തൃശ്ശൂരിൽ പലതരത്തിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തീർച്ചയായും ഉണ്ടായ വിവാദങ്ങളും ട്രോളുകളും എല്ലാം വോട്ടുകളായി മാറിയ കാഴ്ച നമ്മൾ കാണുന്നു. എപ്പോഴും നമ്മൾ തണ്ടൊടിഞ്ഞ് താമരപ്പൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നുണ്ടെങ്കിൽ ഇവിടെ തൃശ്ശൂരിൽ താമര വിരിഞ്ഞു. സുരേഷ് ഗോപി വിജയിച്ചു കയറി. തിരികെ വിജയശ്രീലാളിതനായിട്ടുള്ള സുരേഷ് ഗോപിയെ വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ലിഷോയ്, റോഡ് ഷോ നടക്കാൻ പോകുന്നുണ്ട്. ആ റോഡ് ഷോയാണ് ഇനി കാണേണ്ടത്. പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് ഏതൊക്കെ പ്രധാനപ്പെട്ട BJP നേതാക്കൾ സുരേഷ് ഗോപിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി എത്തും? MT രമേശ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ നിലവിൽ MT രമേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇങ്ങോട്ടേക്ക് ഈ ഒരു റോഡ് ഷോയിലും അതുപോലെ തന്നെ വിജയ ആഹ്ലാദ പ്രകടനത്തിലുമെല്ലാം തന്നെ പങ്കെടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ജില്ലയിലെ എല്ലാ നേതാക്കളും, അതായത് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ജില്ലയിലെ മറ്റെല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. എന്തായാലും ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ വിജയ ആഹ്ലാദ പരിപാടിയിലെല്ലാം തന്നെ അവരെല്ലാവരും പങ്കെടുക്കുമെന്ന് തന്നെയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. 25,000 പ്രവർത്തകരെ തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു കാര്യമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തു നിന്നും, കാരണം സംസ്ഥാനത്ത് ആദ്യമായി BJPക്ക് ഒരു ലോക്സഭാ സീറ്റ് ലഭിച്ച ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തകരെ മറ്റു ജില്ലകളിൽ നിന്നെല്ലാം തന്നെ കൊണ്ടുവന്ന് ഈ ഒരു പരിപാടി ആഘോഷമാക്കാൻ തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. ആ നിർദ്ദേശം അതേപടി അനുസരിക്കുകയാണ് മറ്റു ജനങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കാരണം വലിയ തോതിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം തന്നെ കാഴ്ചവെക്കാനാണ് നിലവിൽ ഈ ഒരു BJPയുടെ ഭാഗത്തു നിന്നും എടുത്തിരിക്കുന്ന തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ആളുകളെയെല്ലാം തന്നെ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സ്വരാജ് റൗണ്ടിലും അതിനോടൊപ്പം തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ആഹ്ലാദ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരുന്നു. അതിന് പുറമെ ആ ഒരു സമയത്ത് വിജയ പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് സുരേഷ് ഗോപി തിരുവനന്തപുരത്തായിരുന്നു. ഇന്ന് രാവിലെ അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം ഇന്ന് രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിയതിന് ശേഷമാണ് പിന്നീട് തൃശ്ശൂരിലേക്ക് വരുന്നത്. വിജയ പ്രഖ്യാപനത്തിന് ശേഷം, അതായത് തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു എന്നുള്ള പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകരെല്ലാവരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. വലിയ ആവേശമാണ് തൃശ്ശൂരിൽ. BJP പ്രവർത്തകരൊക്കെയും ആവേശാഘോഷത്തിലാണ്.
ആദ്യമായി കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റ് കിട്ടുന്നതിന് ആവേശം. ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി അതായത് തൃശ്ശൂരിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് അദ്ദേഹം പുറകോട്ട് പോകുന്നത്. ബാക്കി നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വിജയം. അദ്ദേഹം ഇപ്പോൾ കളക്ട്രേറ്റിൽ വന്ന് തിരികെ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. അപ്പോൾ തന്നെ മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ BJP പ്രവർത്തകർ ഈ റോഡ് ഷോയുടെ ഭാഗമാകാനായി എത്തിയിട്ടുണ്ട്. ആദ്യം വടക്കുംനാഥന് അടുത്തേക്കാണ് സുരേഷ് ഗോപി പോവുക. മണികണ്ഠാലിൽ നിന്നാണ് റോഡ് ഷോയ്ക്ക് തുടക്കമാവുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ താമരപ്പൂക്കൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് വലിയ ആവേശത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂരിലെ BJP പ്രവർത്തകരൊക്കെ തന്നെയും വലിയ ആവേശത്തിൽ സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്നു. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപി അങ്ങനെ തന്നെ തൃശ്ശൂർ എടുത്തിരിക്കുന്നു. ലൂർദ് മാതാവിനും ഗുരുവായൂരപ്പനും പ്രജകൾ എന്ന് വോട്ടർമാരെ അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദവും ട്രോളുമാവുകയായിരുന്നു. പക്ഷേ ഇന്നലെ വിജയിച്ചു കഴിഞ്ഞപ്പോഴും പ്രജാദൈവങ്ങൾ എന്നാണ് അദ്ദേഹം മാറ്റി പറഞ്ഞത്. പ്രജാദൈവങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ഇന്നലെ തലസ്ഥാനത്ത് BJP പ്രവർത്തകരുടെ ആഘോഷവും ആ ഒരു വിജയത്തിന്റെ ആവേശം പങ്കിടലുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വലിയ റോഡ് ഷോയാണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. ലിഷോയ്, കൂട്ടിച്ചേർക്കാനാകുന്ന വിവരങ്ങൾ കൂടി. അതായത് പലഹാരങ്ങൾ വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും എല്ലാം തന്നെ വലിയ ആഘോഷം BJP നടത്തിയിരുന്നു. BJPയുടെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് പണിതതിന് ശേഷം ആദ്യമായാണ് ഒരു ഇലക്ഷൻ നടക്കുന്നത്. ആദ്യമായി നടന്ന ഇലക്ഷനിൽ തന്നെ കൃത്യമായി BJPയുടെ ഒരു MPക്ക് എത്താനായി സാധിക്കുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ അവരെല്ലാവരും തന്നെ പങ്കുവച്ചിരുന്നു. ആ പ്രതീക്ഷ അത് ശരിയാകുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഈ ഇലക്ഷനിൽ എന്തായാലും BJPക്ക് തൃശ്ശൂരിൽ കാഴ്ചവെക്കാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ ആഹ്ലാദ പരിപാടികളും വളരെ ഗംഭീരമാക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല വിധത്തിലുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും സുരേഷ് ഗോപി ഏറ്റുവാങ്ങിക്കൊണ്ടും അതെല്ലാം തന്നെ മറികടന്നുകൊണ്ടുമാണ് ഇവിടെ വിജയം കരസ്ഥമാക്കിയത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നു